ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K12 മോഡലിൻ്റെ RGB പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ സ്പീക്കറാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ഇത് ഓർഡർ ചെയ്തേക്കുന്നത് മീഷോ എന്നാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് അയക്കുന്നത് 433 രൂപയാണ്. ഓഫ്ലൈൻ മേടിക്കുമ്പോൾ ഇതിന് അറൗണ്ട് ഒരു 700 രൂപ വരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയത് 400 രൂപയാണ്, 433 അപ്പോൾ നമ്മൾ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം, ബയോയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്യാണ്. ഇന്നലെയാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ഞാൻ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ ആണ്, എനിക്ക് കിട്ടിയത് പിങ്കാണ്. ഇതിൽ ഒരു സ്പീക്കർ വരുന്നുണ്ട്, മൈക്കും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചാർജറും വരുന്നുണ്ട്. എൻ്റെ ഒപ്പം ഒരു ടൈപ്പ് സിയുടെ ചാർജറും വരുന്നുണ്ട്. ഇതാണ് ചാർജർ. ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. നമ്മൾ നോക്കാറില്ല, അതിലിട്ടേക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റിച്ചിട്ട് സ്പീക്കർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്ക് വരുന്നത്. നമുക്ക് ഇതിൽ മൈക്കിൽ 3 ബട്ടൺസ് തന്നെ, ഓൺ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ വോയിസ് ചേഞ്ചർ. പിന്നെ നമ്മുടെ സ്പീക്കറിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാനത് തലയിലോട്ട് ഇട്ട് വെച്ചതാണ്. ഇതാണ് നമ്മുടെ സ്പീക്കർ. പിങ്കാണ് കിട്ടിയിരുന്നത്. പിങ്കും കുഴപ്പമില്ല. നമുക്ക് പിങ്കാണ് കിട്ടിയായിരുന്നേ. അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ മ്യൂട്ട് ബട്ടൺ വരുന്നുണ്ട്, വോയിസ് കരോക്കെ മോഡ് ഉണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ പാട്ടൊക്കെ വെക്കണമെങ്കിൽ മാറ്റാനുള്ളത് വരുന്നുണ്ട്. പിന്നെ എൻ്റെ അടിഭാഗത്തൊരു ഗ്രിപ്പ് വരുന്നുണ്ട് നീങ്ങി പോകാണ്ടിരിക്കാൻ. പിന്നെ ലോക്ക് സ്പോട്ട് വരുന്നുണ്ട്, TF കാർഡ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ C ടൈപ്പാണ് ചാർജിങ് വരുന്നത്. പിന്നെ USB വരുന്നുണ്ട്. ബാക്കിലൊരു സബിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഓണാക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിലൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും. ഓണാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു RGB ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫോണായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മൈക്ക് ഇങ്ങനെ ഓണാക്കി ഞെക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റ് കത്തി മൈക്ക് ഓണാവും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒച്ചേക്കാം, ഹലോ ഹലോ ഹലോ. പിന്നെ അങ്ങനെ അതും പോരാതെ നമുക്ക് ഇതുമ്മേ വെച്ച് കഴിഞ്ഞാൽ ഒച്ച മാറ്റാം. ഇപ്പോൾ ഒരൊച്ച കിട്ടപ്പോൾ ഇനി ഒച്ച മാറി ഉണ്ടാവും. ഒച്ച മാറി. പിന്നെ ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ഒച്ച കേൾക്കും. അപ്പോൾ വേറെ ഒച്ചയാവും, ഹലോ ഹലോ ഹലോ. പിന്നെ വേറൊരു മോഡുണ്ട്, ഹലോ ഹലോ. പിന്നെയും ഉണ്ട് മോഡ്, ഹലോ 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 ഹലോ. ഇതാണ് അവസാനത്തെ മോഡ്. പിന്നെ സാധാരണ നമ്മുടെ ഒച്ച, ഹലോ. പിന്നെ അതാണ് മൈക്കിൽ തന്നെ. പിന്നെ വോളിയം കൂട്ടുന്നുണ്ട്, പിന്നെ കുറയ്ക്കണതുണ്ട്. കുറയ്ക്കുന്നതിനനുസരിച്ച് കൂടും. ഇങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒച്ച കൂടും മാക്സിമം. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇതിൽ വരുന്ന മൈക്കിലും C ടൈപ്പാണ് ചാർജിങ് തന്നെ, C ടൈപ്പാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതുമ്മ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ വോളിയം ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വോളിയം ഫുള്ളാവും. ഇങ്ങനെ ഇതേപോലെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വോളിയം കുറയും. അപ്പോൾ ഇതിപ്പോൾ വോളിയം ഫുള്ളിലിടാം നമുക്ക്. പിന്നെ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മോഡ് വരുന്നുണ്ട്. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരെണ്ണം പാട്ടിനനുസരിച്ച് വരുന്നത്. പിന്നെ ഒരെണ്ണം RGB ആണ് കുറച്ചുകൂടി കാണാൻ രസമുള്ളത്. നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം.
ഇപ്പം നമ്മുടെ ഫോണിലൊരു പാട്ട് വയ്ക്കാണ് നമ്മ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടാണ്. അത്യാവശ്യം നല്ല ലൗഡാണ് സ്പീക്കർ. നമുക്കൊരു വീക്കെൻഡിൻ്റെ ഒരു പാട്ട് വെച്ച് നോക്കാം. സ്റ്റാർ ബോയ് എന്ന് വയ്ക്കാം. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. ബാക്കിൽ നിന്നാണ് ബേസ് വരുന്നത്. ബാക്കിൽ ബേസിൻ്റെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ നോക്കിയാൽ കാണാൻ ഒരു സിൽവർ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പാട്ടിനനുസരിച്ചുള്ള മോഡ് ഇട്ട് കഴിഞ്ഞാൽ കാട്ടിത്തരാം. ഇത് സാധാരണ ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ കളറുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാട്ടിനനുസരിച്ച് ഇത് വരും, ലൈറ്റ് എത്തും. കാണിച്ചു തരാം. നമുക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒച്ച കേൾക്കില്ല, അതുകൊണ്ടാണ്. നമുക്കിതിനേക്കാളൊക്കെ രസമായിട്ട് വരുന്നത് നമ്മുടെ RGB ആണ്. പിന്നെ ഇത് ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫും, അതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓണും. പിന്നെ ഇതിൽ വരുന്നത് കരോക്കെ മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് ഇപ്പം ഞാൻ കാട്ടിത്തരാം. ഇപ്പം നമ്മുടെ മൈക്ക് ഓണാക്കിയിട്ട് മൈക്ക് ഓണായി ബ്ലൂ ലൈറ്റ് എത്തി. ഇനിയിപ്പോൾ നമ്മൾ പാട്ട് വെച്ചിട്ട് ഇപ്പോൾ കരോക്കെ മോഡ് ഇട്ടു. എന്നിട്ട് പാട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരോക്കെ മോഡ് ഇട്ടു. കരോക്കെ മോഡ് ഇട്ട് കഴിഞ്ഞുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഉള്ളത് കട്ടാവും. പിന്നെ മൈക്കിൽ നിന്ന് പിന്നെ ഒരു ചെറിയൊരു ഒച്ചയായിരിക്കും കേൾക്കുക. കൂടുതൽ വരുന്നത് ബേസ് ആയിരിക്കും വരാം. പിന്നെ നമ്മുടെ മൈക്രോഫോണിലുള്ള ഒച്ചയ്ക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത്. അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.